أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا يوافي نحمده ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد حتى ترضى وصل على سيدنا محمد بعد الرضا وصل على سيدنا محمد أبدا أبدا. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മറ്റു സഹപ്രവർത്തകരെ, സഹപാഠികളെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിൻ്റെ വിജ്ഞാന സാഗരത്തിൻ്റെ ഓരം ചേർന്ന് നടക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് നാം എല്ലാവരും. അതിൻ്റെ ഭാഗമായി ലക്ഷക്കണക്കിന് ഹദീസുകൾ ഭൂലോകത്ത് ഉള്ളതിൽ നിന്നും വെറും തുച്ഛമായ ആയിരക്കണക്കിന് ഹദീസുകൾ മാത്രം എഴുതപ്പെട്ട അല്ലെങ്കിൽ ക്രോഡീകരിക്കപ്പെട്ട മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹു രചിച്ച റിയാദുസ് സ്വാലിഹീൻ എന്ന കിതാബാണ് നമ്മൾ കഴിഞ്ഞ 21 ദിവസങ്ങളിലായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് ആ ഹദീസ് പഠന ക്ലാസ് 22-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്കറിയാം, വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മഹത്തായിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഹദീസ് ഗ്രന്ഥങ്ങൾ. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ രണ്ടാമതായി മുസ്ലിം സമൂഹം ഒന്നടങ്കം സ്വീകരിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു ഹദീസുകളാണ്. ആ ഹദീസുകളുടെ ഒരു പരിചയം മാത്രം, ആ ഹദീസുകളിലൂടെയുള്ള ഒരു ചെറു സഞ്ചാരം മാത്രമാണ് നമ്മൾ ഈ പഠന ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇത് അനേകമായിരം ഹദീസുകൾ പഠിക്കാനുള്ള, അനേകായിരം ദീനീ വിജ്ഞാനം ക്രോഡീകരിക്കാനുള്ള ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടിയായി ഇതിനെ കാണാനും ഇതിനുപയോഗിക്കാനും വേണ്ടിയാണ് ഞാനും നിങ്ങളും ഈ ഒരു ഹദീസ് പഠന ക്ലാസ്സുമായി മുന്നോട്ട് പോകുന്നത്. സഹോദരങ്ങളെ, ഞാനിപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ വിജ്ഞാനം പഠിക്കുക, അത് പ്രചരിപ്പിക്കുക, പഠിച്ചത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് ഓരോ മുസ്ലിമാന്റെയും ബാധ്യതയാണ്. മുസ്ലിമാനെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്നെ എത്ര തന്നെ വലിയവനായാലും ശരി, എത്ര വലിയ ആളായാലും ശരി, ലോകമറിയുന്ന പണ്ഡിതനാണെങ്കിലും ശരി, അവൻ പുതിയ വിജ്ഞാനങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ മുതഅല്ലിമാണ്. അപ്പോൾ പുതിയ വിജ്ഞാനങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നു. വലിയ പാണ്ഡിത്യമുണ്ടെങ്കിലും അവൻ അറിയുന്നില്ല. അവൻ പഠനം പൂർത്തിയായിട്ടില്ല, അവൻ കാമിലായിട്ടില്ല. അവൻ പഠിക്കുന്ന വിദ്യാർത്ഥി തന്നെയാണ്. മഹാനായിരിക്കുന്ന പ്രവാചകപ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചില സംഭാഷണങ്ങൾ നടത്തുകയുണ്ടായി. ഈമാൻ കാര്യം ചോദിച്ചു, ഇസ്ലാം കാര്യം ചോദിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം അദ്ദേഹം അവിടെ അടുത്തിരുന്നുകൊണ്ട് സദസ്യരുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, സദസ്യരുടെ മുന്നിൽ തന്നെയാണ് ഈ ചോദ്യങ്ങളൊക്കെ നടക്കുന്നത്. ജിബ്രീലാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ചോദിച്ചു, ഖിയാമത്ത് നാൾ എന്നാണ് അള്ളാഹുവിന്റെ തിരുദൂതരെ എന്ന് ചോദിച്ചു.
അപ്പോൾ അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, ചോദിച്ചവനേക്കാൾ വിവരമുള്ളവനാണ് ആ കാര്യത്തിൽ. എന്താ പറഞ്ഞത്? ചോദിക്കപ്പെട്ടവൻ ചോദിച്ചവനേക്കാൾ വിവരമുള്ളവനാണ്. അഥവാ ആ വിവരം അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കറിയിച്ചു കൊടുത്തിട്ടില്ല? ബഹുമാനപ്പെട്ട നമ്മുടെയൊക്കെ കരളിന്റെ കഷ്ണമായ നമുക്ക് ദീൻ പഠിപ്പിച്ചിരുന്ന മഹാനായിരിക്കുന്ന പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വിജ്ഞാനം അറിയിച്ചു കൊടുത്തിട്ടില്ല. അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാരാ? ചോദിക്കപ്പെട്ടവനേക്കാൾ ചോദിച്ച ആൾക്കാണ് ഏറ്റവും കൂടുതൽ അറിയുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ആ ഒരൊറ്റ ഹദീസ് തന്നെ. അതിനുശേഷം അദ്ദേഹം തിരിച്ചു പോയതിനു ശേഷം അവിടെ കുറെ വലിയ ഹദീസാണ്, ഞാൻ അത് മുമ്പ് നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട്. ഞാൻ ഹദീസിന്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്താവട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, അദ്ദേഹം തിരിച്ചു പോയ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അനുചരന്മാരോട് ചോദിച്ചു, ആരാണ് വന്നത് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ജിബ്രീൽ അലൈഹിസ്സലാമാണ് കടന്നു വന്നത്. ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, ഇതൊക്കെ അറിയാതെയാണോ അദ്ദേഹം വന്നത്? അപ്പോൾ പറഞ്ഞു, അല്ല, ഒരിക്കലുമല്ല. പിന്നെ എന്തിനാ അവർ വന്നത്? അദ്ദേഹം എന്തിനാ വന്നത്? നിങ്ങൾക്ക് കാണിച്ചു തരാനാണ്. എത്ര വലിയ അറിവുണ്ടായാലും മറ്റുള്ളവരിൽ നിന്ന് അറിയാത്ത അറിവുകളൊക്കെ പഠിക്കുക, മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുന്നവനാണ് എന്നും ഒരു നല്ല മുസൽമാൻ, എന്നും ഒരു നല്ല രീതിയിലുള്ള മുസൽമാന്. അറിയാത്ത കാര്യങ്ങൾ എത്ര വലിയ കിതാബോധി കൊടുക്കുന്ന ആളാണെങ്കിലും ശരി, അവൻ കാമിലായിട്ടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിജ്ഞാനം എത്രയേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. ഒരു സമുദ്രത്തിൽ നിന്ന് ഒരു പക്ഷി വന്നുകൊണ്ട് വെള്ളം കുടിച്ചാല് ആ പക്ഷി അതിന്റെ കൊക്ക് വന്ന് സമുദ്രത്തിലിട്ടിട്ട് ഇങ്ങോട്ട് എഴുന്നേറ്റാൽ എത്ര വെള്ളമാണ് ആ കൊക്കിലുണ്ടാകുക? അത്രയേ ഉള്ളൂ അള്ളാഹുവിന്റെ വിജ്ഞാനം നമുക്ക് ഈ ഭൂലോകത്തിന് നൽകിയിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അള്ളാഹുവിന്റെ അടുത്താണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അതുപോലും നമ്മളൊന്നും പഠിച്ച് എത്തില്ല എന്നുള്ളത് ഉറപ്പാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? ദീനിന്റെ വിജ്ഞാനം കുറച്ച് കാര്യങ്ങളെങ്കിലും പഠിക്കാൻ നമ്മൾ പ്രയത്നിക്കണം. ആ ദീനീ വിജ്ഞാനം പഠിക്കാൻ വേണ്ടി നമ്മൾ കുറച്ചെങ്കിലും പ്രയത്നിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മൾ അതിന് സമയം കണ്ടെത്തണം. സമയമില്ല എന്ന് പറയരുത്. കാരണം സമയം 24 മണിക്കൂറേ ഉള്ളൂ ഒരു ദിവസം. ആ 24 മണിക്കൂറിൽ നിന്ന് നമ്മൾ സമയം ഉണ്ടാക്കണം. ദീൻ പഠിക്കാൻ, ദീൻ പ്രചരിപ്പിക്കാനും സമയം ഉണ്ടാക്കണം. ആ 24 മണിക്കൂറിൽ നിന്ന് സമയം ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. സമയമൊരിക്കലും വരുന്നില്ല, സമയമൊരിക്കലും പോകുകയുമില്ല. 24 മണിക്കൂർ തന്നെ ഒരു ദിവസം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, സമയമില്ല എന്ന ആ പല്ലവി നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് സമയം കണ്ടെത്തണം, സമയം ഉണ്ടാക്കണം. ഉള്ളതിൽ നിന്ന് 24 മണിക്കൂറിൽ നിന്ന് 1 മണിക്കൂറെങ്കിലും അതിന് വേണ്ടി നീക്കിവെച്ച് ദീൻ പഠിക്കാനും അത് പ്രചരിപ്പിക്കാനും നമ്മൾ സമയം കണ്ടെത്തണം. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, നല്ലത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ സമയം കണ്ടെത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ പഠന ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് 22ാമത്തെ ദിവസത്തിലാണ് നമ്മളുടെ പഠന ക്ലാസ്. ഇന്ന് 22ാമത്തെ ദിവസത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏതാ? അധ്യായം 57 റിയാദുസ് സ്വാലിഹീനിലെ അധ്യായം 57 അലംഭാവം, സംതൃപ്തി, വിശുദ്ധി, മിതവ്യയം, ഇതിനെക്കുറിച്ച് പറയുന്ന ബാബാണ്. ഇതിനൊക്കെ കുറിച്ച്, അലംഭാവത്തെക്കുറിച്ച്, സംതൃപ്തിയെക്കുറിച്ച്, വിശുദ്ധിയെക്കുറിച്ച്, മിതവ്യയം എന്ന് പറയുമ്പോൾ കുറഞ്ഞു ചെലവഴിക്കാം. കുറെ പൈസ ഉണ്ടായിട്ടൊന്നും കാര്യമില്ലല്ലോ, അതിന് കുറച്ച് ചെലവഴിക്കുക. ഒരു മിതത്വം പാലിക്കേണ്ടതിനെ കുറിച്ച് പറയുന്നു. പിശുക്കനെ പറ്റിയല്ല, മിതത്വം പാലിക്കുന്നതിനെ പറ്റി പറയുന്ന ബാബ. അള്ളാഹു പറഞ്ഞു, ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങൾക്കുമുള്ള ആഹാരം അള്ളാഹുവിന്റെ അടുക്കലുണ്ട്. 6 ഇത് ഒരു ഈ ആയത്തിനെ കുറിച്ച് സഹോദരങ്ങളെ ചിന്തിക്കണം. നമ്മളെല്ലാവരും നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്റെ പേടി, അല്ലെങ്കിൽ മക്കളെ വളർത്തുന്നതിനുള്ള പേടി, അതിനുള്ള പണം തികയാത്തതിന്റെ പേടിയിൽ നമ്മളെല്ലാവരും പ്രസവം നിർത്തുന്ന ഒരു സമ്പ്രദായം
നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ ചിന്തിക്കുക, സഹോദരങ്ങളെ ചിന്തിക്കുക. അള്ളാഹു പറയുന്നു, ഭൂമിയിലുള്ള സർവ്വജീവജാലങ്ങൾക്കുമുള്ള ആഹാരം അള്ളാഹുവിന്റെ അടുക്കലുണ്ടെന്ന് പറഞ്ഞ്, അള്ളാഹുവിന്റെ അടുക്കലുണ്ട്. പിന്നെ എന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന് കഴിക്കാനുള്ള ഭക്ഷണവും അള്ളാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കിയിട്ടുണ്ടാകും. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രസവം നിർത്തുക എന്ന സമ്പ്രദായത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. സഹോദരങ്ങളെ ചിന്തിക്കുക. വിശ്വാസത്തിന്റെ കുറവാണ് കേട്ടോ, വിശ്വാസത്തിന്റെ കുറവാണ് മക്കളെ. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക. അള്ളാഹു തരുന്നതിനെ തടയാതിരിക്കുക. ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഒരു പക്ഷേ ചില ആളുകള് 1, 2, 3 ഒക്കെ പ്രസവങ്ങള് ഓപ്പറേഷൻ ആകുമ്പോൾ ഒരു പക്ഷേ ചെയ്തേക്കാം. അത് കാരണമുണ്ട്. പക്ഷേ സുഖപ്രസവം നടക്കുന്ന എത്രയോ സഹോദരിമാര് 1ഉം 2ഉം കഴിഞ്ഞാൽ 3ാമത്തതിന് അവര് സ്റ്റോപ്പ് ഇടുകയായി. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നതിനെ തടയല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതിനെ തടയല്ലേ. അല്ലാഹു വീണ്ടും പറയുന്നു, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിൽ ബന്ധനസ്ഥരായ, യുദ്ധം പ്രതീക്ഷിച്ച് കഴിയുന്ന ദരിദ്രരാണ് ദാനത്തിനർഹര്. കച്ചവടത്തിലും മറ്റും ഭൂമിയിലൂടെ സഞ്ചരിക്കാൻ അവർക്ക് സാധ്യമല്ല. അവരുടെ ശുദ്ധഗതി കണ്ട് സ്ഥിതിഗതികളെ അറിയാത്തവർ വിചാരിക്കും അവർ സമ്പന്നരാണെന്ന്. ലക്ഷണം കൊണ്ട് നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. ജനങ്ങളോട് അവർ ഒരിക്കലും കീർത്തിച്ചു ചോദിക്കുകയേയില്ല. അൽ-ബഖറ 273 നല്ല മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നതിൽ അതിര് കവിയുകയോ പിശുക്ക് കാണിക്കുകയോ ചെയ്യുന്നവരല്ല അവർ സത്യവിശ്വാസികൾ. അതിനിടയിൽ ഒരു മധ്യ നിലയിലാണ് അവർ സ്വീകരിക്കുക. അൽ-ഫുർഖാൻ 67 എന്താ പറഞ്ഞത്? നല്ല മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നതിൽ അതിര് വിടുകയോ പിശുക്ക് കാണിക്കുകയോ ചെയ്യുന്നവരല്ല സത്യവിശ്വാസികള്. അതിനിടയിൽ ഒരു മധ്യനിലയിലാണ് അവർ സ്വീകരിക്കുക. മധ്യസ്ഥതം സ്വീകരിക്കും. ധാരാളം ചെലവഴിക്കില്ല, എന്നാ പിശുക്ക് കാണിക്കുക, അതുമില്ല. ഒരു മധ്യസ്ഥത, ഒരു മധ്യപരമായിരിക്കുന്ന കാര്യം. തന്റെ അടുത്ത് ഇപ്പോ 1 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കാം. ആ 1 ലക്ഷം രൂപയിൽ നിന്ന് ഞാൻ ആ 1 ലക്ഷം മുഴുവനോട് ചെലവഴിച്ച 1 ലക്ഷത്തിന്റെ കൂടെ ഒരു 10 കൂടി കൂട്ടിയിട്ട് കടം വാങ്ങിയിട്ട് 1,10,10 രൂപ എൻ്റെ അക്കൗണ്ടിൽ എടുക്കട്ടെ, എൻ്റെ പേരിൽ അങ്ങോട്ട് ദീനിന് വേണ്ടിയിട്ടാണെങ്കിലും എന്തിനായാലും ഞാൻ ചെലവഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചെലവഴിക്കുക. അതാണ് എന്ത് ചെലവഴിക്കുക? അതിരുവിടുക. തൻ്റെ കയ്യിലുള്ളതിനേക്കാളും അതിരുവിടുക, അല്ലെങ്കിൽ തൻ്റെ കയ്യിലുള്ളത് മുഴുവൻ അങ്ങോട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ പിശുക്ക് കാണിക്കുക. തൻ്റെ അടുത്ത് ഇപ്പോൾ 1 ലക്ഷം രൂപ ഉണ്ട്, ഞാൻ അതിന് ഒരു 100 രൂപ സംഭാവന ചെയ്യുള്ളൂ. ഒരു വലിയ പ്രൊജക്റ്റാണ്, അള്ളാഹുവിൻ്റെ പള്ളി ഉണ്ടാക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ടായിട്ടും ഞാൻ എന്ത് ചെയ്യുക? ഒരു 100 രൂപ. എന്നാൽ ഇതിലൊരു മധ്യസ്ഥതം പാലിക്കുക. എങ്ങനെ? ഒരു 10,000, 20,000, 30,000 ഒക്കെ കൊടുത്തുകൊണ്ട് ഒരു മധ്യമായ രീതി, ഒരു മധ്യസ്ഥ രീതി കൈകൊള്ളുന്നവരാണ് സത്യവിശ്വാസി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. അതാ അൽ-ഫുർഖാൻ 67 മനുഷ്യനും ജിന്നുവർഗത്തെയും എനിക്ക് ആരാധിക്കാൻ മാത്രമാണ് ഞാൻ സൃഷ്ടിച്ചത്. അവരിൽ നിന്ന് ഞാൻ ഭക്ഷണം ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് ഭക്ഷിക്കണമെന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. 56-57 ദാരിയാത്ത് സൂറത്തില് ചിന്തിക്കുക സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മനുഷ്യരെ ഞാൻ സൃഷ്ടിച്ചത് എന്തിനാ? എനിക്ക് ആരാധിക്കാനാ, ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അവരെ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടണം എന്ന് എനിക്ക് ഉദ്ദേശമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം ഹദീസുകളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആയത്തുകളും വന്നിട്ടുണ്ട്. കുറെ ഹദീസുകളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. ബാക്കി കുറച്ച് ഹദീസുകൾ നമുക്കിവിടെ ഇന്ന് ചർച്ച ചെയ്യാം. അബൂ ഹുറൈറ 522 ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമ്പത്തിന്റെ വർധനവല്ല ഐശ്വര്യം, പരാശ്രയമില്ലാതിരിക്കലാണ്. എന്താ സമ്പത്തിന്റെ വർധനവല്ല ഐശ്വര്യം? പരാശ്രയമില്ലാതിരിക്കലാ. എന്താ
കേട്ടില്ലേ? കുറെ സമ്പത്തുണ്ടാകലല്ല ഐശ്വര്യം. ഐശ്വര്യം എന്ന് പറഞ്ഞത് എന്താ? പരാശ്രയമില്ലാതിരിക്കലാണ്, മറ്റൊരാൾ സഹായിക്കേണ്ട അവസ്ഥ ഉണ്ടാവാതിരിക്കലാണ് ഐശ്വര്യം എന്ന് പറയുന്നത്. ബുഖാരി 11,231-232, മുസ്ലിം 1051 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു നൽകിയതിന് സംതൃപ്തിയും ഉപജീവനത്തിനും മതിയായ ആഹാരമുള്ള സത്യവിശ്വാസി സൗഭാഗ്യവാനാണ്. മുസ്ലിം 1054. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു നിവേദനം, ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ യാചിച്ചു, അവിടുന്ന് എനിക്ക് നൽകി. പിന്നെയും ഞാൻ ചോദിച്ചു, അപ്പോഴും തന്നു. പിന്നെയും ചോദിച്ചപ്പോൾ വീണ്ടും തന്നുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഹക്കീം, സമ്പത്ത് ഹരിതാപവും മാധുര്യമേറിയതുമാണ്. യാചിക്കാതെ നേടിയാൽ അതിൽ ബർക്കത്ത് ലഭിക്കും, യാചിച്ച് നേടിയെടുക്കുന്നതിൽ ബർക്കത്തുണ്ടാവില്ല. ഭക്ഷണം കഴിച്ചിട്ട് വയറ് നിറയാത്തവനെ പോലെയാണവൻ. മുകളിലുള്ള കൈയാണ് കൊടുക്കുന്ന കൈ, അഥവാ കൊടുക്കുന്ന കൈയാണ് താഴെയുള്ള കൈയേക്കാൾ അഥവാ വാങ്ങുന്ന കൈയേക്കാൾ ഉത്തമം. അപ്പോൾ ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, താങ്കളെ സത്യവുമായി നിയോഗിച്ച അല്ലാഹുവാണ്. ഇന്ന് ഞാൻ ഇവിടെ നിന്നും പിരിഞ്ഞു പോയാൽ ഇഹലോകവാസം വെടിയുന്നത് വരെ ഒരാളുടെയും ഒരു വസ്തുവും കുറവ് വരുത്തില്ല, ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കുകയില്ല എന്ന് സാരം. ചിന്തിക്കണം സഹോദരങ്ങളെ. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്തോ കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തെ വിളിച്ചെങ്കിലും അത് സ്വീകരിക്കാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചപ്പോഴും അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറായില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുസ്ലിം സമൂഹമേ, ഹക്കീമിന് പൊതുസ്വത്തിൽ നിന്ന് ലഭിക്കേണ്ട അവകാശം ഞാൻ കാണിച്ചു കൊടുത്തിട്ടും അത് സ്വീകരിക്കാൻ അദ്ദേഹം കൂട്ടാക്കുന്നില്ല. ഇതിന് നിങ്ങളെ ഞാൻ സാക്ഷി നിർത്തും. ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ പ്രതിജ്ഞ പാലിച്ചു. പിന്നീട് മരണം വരെ ആരിൽ നിന്നും ഒന്നും സ്വീകരിച്ചില്ല. ബുഖാരി 3265, മുസ്ലിം 1035 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു നിവേദനം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒന്നിച്ച് ഒരു യുദ്ധത്തിന് പുറപ്പെട്ടു. ഞങ്ങളുടെ ആറംഗ സംഘത്തിന് മാറി മാറി സഞ്ചരിക്കാൻ ഒരു ഒട്ടകമേ ഉണ്ടായിരുന്നുള്ളൂ. നടന്നു നടന്ന് ഞങ്ങളുടെ പാദങ്ങൾ തേഞ്ഞു, നഖങ്ങൾ കൊഴിഞ്ഞു പോയി. പാദങ്ങൾ തുണിക്കഷ്ണം ചുറ്റിയാണ് പിന്നെ നടന്നിരുന്നത്. ഇങ്ങനെ തുണിക്കഷ്ണങ്ങൾ വെച്ച് കെട്ടി സഞ്ചരിച്ചതിനാണ് ഈ യുദ്ധത്തിന് ദാത്തുർരിഖാ എന്ന് പേര് വന്നു. അബൂ മൂസാ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഈ ഹദീസ് പറഞ്ഞു തന്നെങ്കിലും പിന്നീട് ആവർത്തിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ലെന്ന് ശിഷ്യൻ അബൂ ബുർദാ റളിയല്ലാഹു അൻഹു അനുസ്മരിക്കുന്നു. അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നത്രേ, ഞാനിത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ? പറഞ്ഞറിയിച്ച് തന്റെ സൽക്കർമ്മങ്ങൾ പരസ്യപ്പെടുത്തുന്ന അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്തത് പോലെയുണ്ടെന്ന് അബൂ ബുർദാ റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ബുഖാരി 7325 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. മുസ്ലിം 1814 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അംർ ഇബ്നു തഗ്ലബ് റളിയല്ലാഹു അൻഹു നിവേദനം, ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ കുറെ യുദ്ധ തടവുകാരോ സമ്പത്തോ ഹാജരാക്കപ്പെട്ടു. അവിടുന്ന് അത് ഓഹരി ചെയ്തു, ചിലർക്ക് കൊടുത്തു, ചിലരെ ഒഴിച്ചു നിർത്തി. വിഹിതം കിട്ടാത്തവർ തന്നെ ആക്ഷേപിച്ച വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോൾ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, അല്ലാഹുവാണേ, ഞാൻ ചിലർക്ക് കൊടുക്കുകയും ചിലരെ ഒഴിച്ചു നിർത്തുകയും ചെയ്യും. എന്നാൽ ഞാൻ കൊടുക്കാതെ മാറ്റി നിർത്തിയവർ കൊടുത്തവരെക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടവരായിരിക്കും. ചില ആളുകൾ ഞാൻ നൽകിയത് അവരുടെ മനസ്സുകളിലെ അസ്വസ്ഥതയും അക്ഷമയും മനസ്സിലാക്കിയത് കാരണമാണ്. മറ്റുള്ളവരെ അല്ലാഹു അവരുടെ ഹൃദയങ്ങളിൽ നൽകിയ നിരാശ്രയത്വത്തിലേക്കും നന്മയിലേക്കും ഞാൻ ഏൽപ്പിക്കുന്നു. അംർ റളിയല്ലാഹു അൻഹു അവരിൽ പെട്ടയാളാണ്. അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ ആ വാക്ക് ചുവന്ന ഒട്ടകങ്ങളെ ലഭിക്കുന്നതിനേക്കാൾ എനിക്ക് അമൂല്യമാണ്. ബുഖാരി 2334 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഹക്കീം റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മേലെയുള്ള കൈയാണ് താഴെയുള്ള കൈയേക്കാൾ ഉത്തമം. ആശ്രിതർക്ക് കൊടുത്തുകൊണ്ട് ആരംഭിക്കുക. സമ്പന്നാവസ്ഥയിൽ ചെയ്യുന്ന ദാനമാണ് നല്ലത്. യാചനയിൽ നിന്ന് മുക്തിക്കായി പ്രാർത്ഥിക്കുന്നവരെ അല്ലാഹു അതിൽ നിന്നും മുക്തമാക്കും. നിരാശ്രയത്വം ചോദിക്കുന്നവരെ അല്ലാഹു ഐശ്വര്യവാനാക്കും. ബുഖാരി 3234, 235, മുസ്ലിം 1034 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലേ,
അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പേശി ചോദിക്കരുത്. അല്ലാഹുവാണ് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ട് തൃപ്തിയില്ലാതെയാണ് ഞാൻ തരുന്നതെങ്കിൽ അതിൽ ബറക്കത്ത് ലഭിക്കുകയില്ല. മുസ്ലിം 1038 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. അല്ലാഹു യാചനയോടെ ചോദിച്ചിട്ട് അതിന് തൃപ്തിയില്ലാതെയാണെങ്കിൽ നാം നൽകുന്നതെങ്കിൽ അതിന് ബറക്കത്തുണ്ടാകില്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു. ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം, ഞങ്ങൾ 7, 8, 9 പേർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലിരിക്കവേ അവിടുന്ന് ചോദിച്ചു, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് ബൈഅത്ത് ചെയ്യുന്നില്ലേ? നിങ്ങളാവട്ടെ ബൈഅത്ത് ചെയ്തിട്ട് അധിക നേരമായിരുന്നില്ല. ഞങ്ങളാവട്ടെ ബൈഅത്ത് ചെയ്തിട്ട് അധിക നേരമായിരുന്നില്ല. അതിനാൽ ഞങ്ങൾ ബൈഅത്ത് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തി. അവിടുന്ന് വീണ്ടും ചോദിച്ചു, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് ബൈഅത്ത് ചെയ്യുന്നില്ലേ? അപ്പോൾ ഞങ്ങൾ കൈനീട്ടി പറഞ്ഞു, റസൂലേ, ഞങ്ങൾ താങ്കളോട് ഇതാ ബൈഅത്ത് ചെയ്യുന്നു. എന്ത് കാര്യത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ബൈഅത്ത് ചെയ്യേണ്ടത്? അവിടുന്ന് പറഞ്ഞു, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അവനോടൊന്നും പങ്കു ചേർക്കാതിരിക്കുക, 5 സമയങ്ങളിൽ നിസ്കാരങ്ങൾ നിർവഹിക്കുക, അനുസരിക്കേണ്ടവരെ അനുസരിക്കുക. കൂട്ടത്തിൽ ഒരു വാക്ക് അവിടുന്ന് രഹസ്യമായി പറഞ്ഞു, നിങ്ങൾ ജനങ്ങളോടൊന്നും യാചിക്കരുത്. അന്ന് അക്കാര്യത്തിൽ ബൈഅത്ത് ചെയ്തവരിൽ ചിലരെ ഞാൻ പിന്നീട് കണ്ടു. അവരുടെ ചാട്ടവാർ താഴെ വീണാൽ അതെടുക്കാൻ പോലും അവർ ആരോടും ആവശ്യപ്പെട്ടിരുന്നില്ല എന്നു നിവേദകൻ അനുസ്മരിച്ചിട്ടുണ്ട്. മുസ്ലിം 1043 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ചിലർ യാചിച്ചു സ്വന്തം മുഖത്ത് ഒരു മാംസകഷ്ണം പോലുമില്ലാത്ത നിലയിലായിരിക്കും അല്ലാഹുവിനെ ദർശിക്കുക. ഇങ്ങനെ വളരെ നിന്ദ്യമായിട്ടായിരിക്കും നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടുക എന്ന് സാരം. ബുഖാരി 3268, മുസ്ലിം 1040 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. യാചിക്കുന്നവരെ, ഇതാ നിങ്ങൾക്ക് ഹദീസ്, നിങ്ങൾ കേട്ടോളൂ. യാചന ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിതാ ഈ ഹദീസ് കേട്ടോളൂ. സഹോദരങ്ങളെ, എന്താണ് ഈ ഹദീസ്? നിങ്ങളൊന്ന് കേൾക്കൂ, ഞാനൊന്ന് കൂടെ വായിക്കാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ചിലർ യാചിച്ചു സ്വന്തം മുഖത്ത് ഒരു മാംസകഷ്ണം പോലുമില്ലാത്ത നിലയിലായിരിക്കും അല്ലാഹുവിനെ ദർശിക്കുക. അല്ലാഹുവിന്റെ അടുത്തെത്തുക എങ്ങനെയാണ്? സ്വന്തം മുഖത്ത് ഒരു മാംസകഷ്ണം പോലും ഇല്ലാതെ വെറും എല്ലു മാത്രമായി കൊണ്ട് അല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് നിങ്ങൾ എത്തുമെന്ന് ആരംഭ നബിയുനാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ ചിന്തിക്കുക. യാചന ഇഷ്ടപ്പെടുന്നവരെ ചിന്തിക്കുക. യാചന ഇസ്ലാമിന്റെ കാര്യത്തില് യാചന വളരെ മോശമാക്കപ്പെട്ട കാര്യമാണ് കേട്ടോ. ഇസ്ലാമായതിന്റെ പേരിൽ യാചിക്കുന്നവരെ, മുസ്ലിമാണെന്ന പേര് പറഞ്ഞ് യാചിക്കുന്നവരെ, നിങ്ങൾക്കിതാ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അടുക്കലെത്തുക എങ്ങനെയാണെന്നറിയുമോ? ഇതാ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നു. ഈ ഹദീസ് നിങ്ങൾ ഓർമ്മയിൽ വെക്കണേ. അതുകൊണ്ട് യാചനയില്ലാത്ത ജീവിതമായിരിക്കട്ടെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് യാചനയില്ലാത്ത ജീവിതം നൽകട്ടെ, ഐശ്വര്യമായിരിക്കുന്ന ജീവിതം നൽകട്ടെ. അതിനുവേണ്ടി അല്ലാഹുവോട് നമുക്ക് സദാസമയവും പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, യാചന നല്ലതല്ല സഹോദരങ്ങളെ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി ധർമ്മത്തെ സംബന്ധിച്ചും യാചന ഒഴിവാക്കേണ്ടതിനെ സംബന്ധിച്ചും പറഞ്ഞു. മുകളിലുള്ള കൈയാണ് താഴെയുള്ള കൈയേക്കാൾ ഉത്തമം. മുകളിലുള്ള കൈ ദാനം ചെയ്യുന്ന കൈയാണ്, താഴെയുള്ളതാവട്ടെ യാചിക്കുന്ന കൈയാണ്. ബുഖാരി 3235, മുസ്ലിം 1033 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉള്ളത് വർദ്ധിപ്പിക്കാൻ ജനങ്ങളോട് യാചിക്കുന്നവൻ തീക്കനലാണ് യാചിക്കുന്നത്. അതിനാൽ അവൻ യാചന ചുരുക്കുകയോ വർദ്ധിപ്പിക്കുകയോ ചെയ്തു കൊള്ളട്ടെ. സഹോദരങ്ങളെ, ഉള്ളത് വർദ്ധിപ്പിക്കാൻ വേണ്ടി യാചന നടത്തുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുക സുഹൃത്തുക്കളെ, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? തീക്കനലാണ് യാചന നടത്തുന്നതെന്ന് ആരംഭ നബിയുനാ ഖാല റസൂലുള്ളാഹി, സത്യം മാത്രം പറയുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത് തീക്കനലാണെന്ന് പറയുന്നു സഹോദരങ്ങളെ. അതുകൊണ്ട് ചിന്തിക്കുക സഹോദരങ്ങളെ, ചിന്തിച്ചു പ്രവർത്തിക്കുക സഹോദരങ്ങളെ. ബുഖാരി
മുസ്ലിം 1047 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സമുറാ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം യാചന ഒരു പരിക്കാണ്. യാചന കൊണ്ട് യാചകൻ തന്റെ മുഖത്ത് പരിക്കേൽപ്പിക്കുന്നു. ഭരണകർത്താവിനോടോ അത്യാവശ്യക്കാര സാധ്യത്തിനോ ഉള്ള യാചന ഇതിൽ പെടില്ല. യാചന രണ്ട് വിധമുണ്ട് കേട്ടോ. ഭരണകർത്താവിന്റെ യാചന ഉണ്ട്. ഇപ്പൊ ചില മഹല്ല് കമ്മിറ്റികളൊക്കെ പിരിവ് നടത്താറുണ്ട്, അത് ഇത് പെടില്ല. അത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അത് ഇത് പെടില്ല. ഇപ്പോൾ ഉദാഹരണത്തിൽ പള്ളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിരിവ് നടത്തുന്നു, മദ്രസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിരിവ് നടത്തുന്നു, ദീനീ പ്രബോധന പ്രവർത്തന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിരിവ് നടത്തുന്നത് ഇതിൽ പെടുകയില്ല. ഇനി ഒരാൾക്ക് വേണ്ടി മറ്റാരെങ്കിലും അദ്ദേഹത്തെ കണ്ടറിഞ്ഞുകൊണ്ട് ഒരു സാമൂഹിക നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തനം നടത്തുകയാണെങ്കിലും അതുമൊന്നും ഇതിൽ പെടില്ല. അതല്ലെങ്കിൽ ഒരു ഭരണകർത്താവ് പിരിവ് നടത്തുകയാണെങ്കിലൊന്നും ഇത് പെടില്ല. അത്യാവശ്യകാര്യ സാധനത്തിനുള്ള അങ്ങനെ ഇനിയിപ്പോ എങ്ങനെയുണ്ട്. ഇപ്പൊ ഒരാൾക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്നു, ആ അസുഖം വന്ന സമയത്ത് അദ്ദേഹം കുറെ ക്ഷമിച്ചിട്ട് അദ്ദേഹം എങ്ങനെയെങ്കിലുമൊക്കെ ആ അസുഖത്തിൽ നിന്ന് കഴിച്ചിലാവോ എന്നൊക്കെ നോക്കി. പക്ഷേ ഒരു രക്ഷയുമില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അല്ലെങ്കിൽ പെട്ടെന്നൊരു അപകടം സംഭവിച്ചു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അദ്ദേഹത്തിന്റെ സ്വത്തുക്കളൊക്കെ, ഒരു സ്വത്തുമില്ലാത്ത ഒരാളാണ്. അങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ചോദിക്കോ നിവർത്തിയില്ലാതെ ഒരു ഘട്ടവുമില്ലാതെ വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചെങ്കിലേ അതും ഇതിൽ പെടുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അതായത് അത്യാവശ്യ കാര്യ സാധനത്തിനോ ഉള്ള യാചന ഇതിൽ പെടുകയില്ല. തുർമുദി 681 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാരിദ്ര്യം ബാധിച്ച വ്യക്തി അതിനെ ജനങ്ങളിലേക്ക് ഇറക്കിയാൽ, ജനങ്ങളോട് പരാതിപ്പെട്ടാൽ ആ ദാരിദ്ര്യം പരിഹരിക്കപ്പെടില്ല. തന്റെ ദാരിദ്ര്യ പ്രശ്നം ആരെങ്കിലും അള്ളാഹുവിന്റെ മുന്നിൽ അവതരിപ്പിച്ചാൽ ഉടനെയോ പിന്നെയോ അള്ളാഹു അവന് വേണ്ടത് നൽകുന്നതാണ്. അബൂ ദാവൂദ് 1645, തിർമിദി 2327 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. ആരെങ്കിലും ഒരാൾ ഈ പ്രശ്നവുമായിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ കാലാകാലം അദ്ദേഹത്തിന് യാതൊരു പുരോഗതിയും ഉണ്ടാകില്ല. നമ്മൾ പലപ്പോഴും കാണാറില്ലേ, എന്നും നമ്മുടെ നാടുകളെ നമ്മുടെ നാട്ടിൻ ഭാഷയിൽ പറഞ്ഞാൽ പായേരം പറച്ചിലും പരിവട്ടം പറച്ചിലും എന്ന് പറഞ്ഞിട്ടൊരു ചൊല്ലുണ്ടല്ലോ നമ്മുടെ നാടുകളിലൊക്കെ, പ്രാദേശിക ഭാഷയിൽ. എന്ന പോലെ എന്നും പായേരം, എന്നും പ്രശ്നങ്ങൾ, എന്നും പ്രതിസന്ധികൾ. അതിങ്ങനെ ആളുകളെ കണ്ടാൽ, ഒരു ഗൾഫുകാരൻ നാട്ടിൽ വന്നാൽ അവനോട് പോയിട്ട് അദ്ദേഹമുള്ള പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പറയും. നാട്ടിലും വീട്ടിൽ അങ്ങനെയാണ്, മറ്റേതാണ്, മറിച്ചതാണ്, ഇങ്ങനെ ഒരു പുരോഗമനമില്ല, അങ്ങോട്ട് ഇങ്ങനെ ജനങ്ങളോട് ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ ഇതിങ്ങനെ ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവന്റെ പ്രശ്നം അള്ളാഹു പരിഹരിക്കപ്പെടുകയില്ല. പകരം അള്ളാഹു പരിഹരിക്കപ്പെടും. ആരോട് പറഞ്ഞാൽ? അള്ളാഹുവോട് പറഞ്ഞാല്. തന്റെ ദാരിദ്ര്യം അള്ളാഹുവോട് പറഞ്ഞാല് കുറച്ചും കൂടെ ഒക്കെ ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചു നോക്കും. ഇങ്ങനെ ഇവൻ ഇത് വേറെ ആരോടെങ്കിലൊക്കെ പറയുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പരീക്ഷിക്കുമ്പോഴൊക്കെ അവൻ ക്ഷമിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അള്ളാഹുവോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അള്ളാഹു എന്ത് ചെയ്യും? ഉടനെയോ പിന്നെയോ അള്ളാഹു അവന് വേണ്ടത് നൽകുന്നതാണെന്ന് പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അബൂ ദാവൂദ് 1645 തിർമിദി 2327 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. സൗബാൻ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളോട് ഒന്നും യാചിക്കുകയില്ലെന്ന് എനിക്ക് ഉറപ്പ് തരുന്നവന് സ്വർഗം നൽകാമെന്ന് ഞാൻ ഉറപ്പ് തരാം. അപ്പോൾ ഞാൻ ഉറപ്പ് തരാമെന്ന് സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. പിന്നീട് അദ്ദേഹം ഒരാളോടും ഒന്നും യാചിച്ചിട്ടില്ല. അബൂ ദാവൂദ് 1643 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഖബീസ റളിയല്ലാഹു അൻഹ നിവേദനം, ഞാനൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അത് പൂർത്തീകരിക്കാൻ എന്തെങ്കിലും ആവശ്യപ്പെടാമെന്ന് കരുതി ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നു. അവിടുന്ന് ആദ്യം എന്നോട് പറഞ്ഞു, ഇവിടെ താമസിക്കുക, സക്കാത്തിന്റെ സ്വത്ത് വല്ലതും വന്നാൽ നിനക്ക് തരാൻ ഞാൻ കൽപ്പിക്കാം. പിന്നെ അവിടുന്ന് പറഞ്ഞു, ഖബീസ, 3 വിഭാഗത്തിന് മാത്രമേ യാചന അനുവദനീയമാകൂ. എന്തെങ്കിലും ഉത്തരവാദിത്തം ഏറ്റെടുത്തവൻ അത് പരിഹരിക്കുന്നത് വരെ യാചിക്കാം. പിന്നെ അതിൽ നിന്ന് പിന്മാറണം. എന്തെങ്കിലും ആപത്ത് വന്നുപെട്ടു സാമ്പത്തിക നാശം സംഭവിച്ചന് ജീവിതമാർഗം കണ്ടെത്താനാവുന്നത് വരെ യാചിക്കാം. ദാരിദ്ര്യത്തിലകപ്പെട്ടവനും യാചിക്കാം. അവർ ദാരിദ്ര്യത്തിലാണെന്ന് സമൂഹത്തിലെ ബുദ്ധിയുള്ള 3 പേർ പറയാൻ മാത്രം ദരിദ്രനായിരിക്കണം അവന് ജീവിതമാർഗം കണ്ടെത്തുന്നത് വരെ യാചിക്കാം. ഖബീസ, ഇതല്ലാത്ത എല്ലാ യാചനയും നിഷിദ്ധമാണ്. നിഷിദ്ധത്തിലൂടെ സമ്പാദിച്ചതാണ് അവൻ ഭക്ഷിക്കുന്നത്. മുസ്ലിം 1044.
യാചന ഏതെല്ലാം ഭാഗങ്ങളിൽ, ഏതെല്ലാം രീതിയിൽ അനുവദനീയമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? 3 രീതിയിൽ യാചന അനുവദനീയമാണ്. ഒന്നേതാ? ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തവൻ അത് പൂർത്തീകരിക്കുന്നത് വരെ, അത് പരിഹരിക്കുന്നത് വരെ യാചിക്കാം. പിന്നെ അതിൽ നിന്ന് പിന്മാറണം. എന്തെങ്കിലും ആപത്ത് വന്നു പെട്ട് സാമ്പത്തിക നാശം സംഭവിച്ചത് ജീവിതമാർഗം കണ്ടെത്താനാവുന്നത് വരെ യാചിക്കാം. ദാരിദ്ര്യത്തിൽ അകപ്പെട്ടവനും യാചിക്കാം. അവൻ ദാരിദ്ര്യത്തിലാണെന്ന് സമൂഹത്തിലെ ബുദ്ധിയുള്ള 3 പേർ പറയാൻ മാത്രം ദാരിദ്ര്യമായി തീരണം അവൻ. അതും ആ ദാരിദ്ര്യം തീരുന്നത് വരെ യാചിക്കാം. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കാം. പക്ഷേ ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ അവൻ യാചിക്കാൻ പാടില്ല. സഹോദരങ്ങളെ, ചിന്തിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുമ്പ് പറഞ്ഞ ഹദീസ് 1044 മുസ്ലിമിന് 1044 റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി അടുത്ത ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 1-2 പിടി ഭക്ഷണമോ കാരക്കയോ ലഭിച്ചാൽ തിരിച്ചു പോകുന്നവനും ജനങ്ങൾക്കിടയിലൂടെ അലഞ്ഞു തിരിയുന്നവനുമല്ല മിസ്കീൻ. തന്റെ ആവശ്യത്തിന് മതിയായ ധനമില്ലാതിരിക്കുകയും ധർമ്മം കിട്ടാൻ വേണ്ടി തന്റെ അവസ്ഥ മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുകയും ജനങ്ങളോട് ഭിക്ഷയാചിക്കാതിരിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ മിസ്കീൻ, അഥവാ നിർധനൻ എന്നർത്ഥം. ദാനം സ്വീകരിക്കാൻ അർഹൻ ഇത്തരക്കാരാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. ബുഖാരി 3271 മുസ്ലിം 1039 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി യാചിക്കാതെ കിട്ടുന്നത് സ്വീകരിക്കാം. യാചിക്കാതെ കിട്ടുന്നത് സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് പറയുന്ന ബാബാണ് അധ്യായം 58. ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ദാനം നൽകാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങേന്നേക്കാൾ ദരിദ്രരായവർക്ക് കൊടുത്താലും എന്ന് പറയാറുണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, താങ്കൾ ഇത് സ്വീകരിക്കുക. യാചിക്കാതെയും പാളി നോക്കാതെയും നിനക്ക് വല്ല സമ്പത്തും കിട്ടിയാൽ സ്വീകരിക്കുന്നതിൽ വിരോധമില്ല. ആ സമ്പത്തിലേക്ക് വേണമെങ്കിൽ ഭക്ഷിക്കാം, അല്ലെങ്കിൽ ധർമ്മം ചെയ്യാം. അങ്ങനെ ലഭിച്ചതല്ലാത്ത ധനമാണെങ്കിൽ അതിൽ മനസ്സിനെ വ്യാപൃതമാക്കരുത്, ആശ വെക്കരുത്. ഈ ഹദീസ് നിവേദനം ചെയ്ത് സാലിം റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ പിതാവ് അബ്ദുള്ള ഒരാളോടും ഒന്നും ചോദിക്കാറില്ലായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അത് തിരസ്കരിക്കാറുമുണ്ടായിരുന്നില്ല. ബുഖാരി 3267, 13134, മുസ്ലിം 1045 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അടുത്തത് സഹോദരങ്ങളെ, അധ്വാനിച്ചു ഭക്ഷിക്കാനുള്ള പ്രേരണയാണ്. അടുത്ത അധ്യായം 59. അല്ലാഹു പറഞ്ഞു, നിസ്കാരാനന്തരം ജീവിത പ്രശ്നങ്ങൾക്ക് നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുകയും അല്ലാഹുവിന്റെ ഔദാര്യം ആഗ്രഹിക്കുകയും ചെയ്യുക. ജുമുഅ 10 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സുബൈർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കയറുമായി മല കയറി മുതുകിൽ വിറക് കെട്ടി ചുമന്ന് കൊണ്ടുവന്ന് വിറ്റ് അഭിമാനം കാത്തു സൂക്ഷിക്കുന്നതാണ് ജനങ്ങളോട് യാചിക്കുന്നതിനേക്കാൾ ഉത്തമം. ജനങ്ങൾ യാചിക്കുന്നവന് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും. ബുഖാരി 3265, 4260 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, മുതുകിൽ വിറക് കെട്ടി ചുമന്ന് കൊണ്ടുവരുന്നതാണ് മറ്റുള്ളവരോട് യാചിക്കുന്നതിനേക്കാൾ ഉത്തമം. യാചിച്ചിട്ട് അവരെന്തെങ്കിലും ലഭിക്കട്ടെ, ലഭിക്കാതിരിക്കട്ടെ. ബുഖാരി 3265, 4260, മുസ്ലിം 1042 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാവൂദ് നബി അലൈഹിസ്സലാം കൈത്തൊഴിൽ ചെയ്ത് സമ്പാദിച്ചതിൽ നിന്ന് മാത്രമേ ഭക്ഷിച്ചിരുന്നുള്ളൂ. ബുഖാരി 4259. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സക്കരിയ നബി അലൈഹിസ്സലാം മരപ്പണിക്കാരനായിരുന്നു. മുസ്ലിം 2379. മിഖ്ദാം റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൈത്തൊഴിൽ ചെയ്ത് സമ്പാദിച്ചതിൽ നിന്ന് ഭക്ഷിക്കുന്നതിനേക്കാൾ ഉത്തമമായ ആഹാരം ആർക്കും ഭക്ഷിക്കാൻ സാധ്യമല്ല. ദാവൂദ് നബി അലൈഹിസ്സലാം കൈത്തൊഴിൽ ചെയ്ത് സമ്പാദിച്ചതിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. ബുഖാരി 4259 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ ചിന്തിക്കുക. യാചന ഇസ്ലാം എത്രത്തോളം വെറുക്കുന്നുണ്ട് എന്ന് നമുക്ക് ഈ ഹദീസുകളിലൂടെയൊക്കെ മനസ്സിലായില്ലേ? അതുകൊണ്ട് യാചന ഒരിക്കലും അനുവദനീയമല്ല. അതുകൊണ്ട് യാചിക്കാതെ ജീവിക്കാനുള്ള
യാചിക്കാതെ ജീവിക്കാനുള്ള അവസരമൊരുക്കുക, യാചിക്കാതെ ജീവിക്കാനുള്ള അവസരമൊരുക്കുക, കൈത്തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള അവസരമൊരുക്കുക. സഹോദരങ്ങളെ, അങ്ങനെ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത്തരം കാര്യങ്ങള്, യാചന പോലുള്ള കാര്യങ്ങളെ വിസ്മരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച ആ മാർഗത്തിലൂടെ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ചിന്തിക്കുക സഹോദരങ്ങളെ, യാചന ഇസ്ലാം വളരെയേറെ വെറുത്ത കാര്യമാണ്. പലരും ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന യാചനയുണ്ടല്ലോ, ആവശ്യത്തിന് വേണ്ടിയുള്ള യാചനകള്. സഹോദരങ്ങളെ, എല്ലാം അല്ലാഹു അറിയുന്നവനാണ് കേട്ടോ, എല്ലാം അല്ലാഹു അറിയുന്നവനാണ് കേട്ടോ, എല്ലാം അല്ലാഹു അറിയുന്നവനാണ്. അതുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് പണമുണ്ടാക്കിയിട്ട് അത് സുഖിക്കേണ്ട സഹോദരങ്ങളെ, നാളെ അല്ലാഹുവിന്റെ സന്നിധിയിൽ നിങ്ങൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരിക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ സന്നിധിയിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ അധ്വാനിച്ചതും നിങ്ങൾ യാചിച്ചതും നിങ്ങൾ പറഞ്ഞതുമെല്ലാം നിങ്ങൾ കളവായിട്ട് അധ്വാനിച്ച് യാചനയുടെ അധ്വാനമാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അങ്ങനെയുള്ള അധ്വാനവും അങ്ങനെയുള്ള യാചനയുമെല്ലാം വെറും വൃത്തത്തിലാകും. അതേ സ്ഥാനത്ത് സ്വമേധയാ അധ്വാനിച്ചുകൊണ്ട് ജീവിച്ചവനാണോ എങ്കിൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുത്ത് നിന്ന് പുണ്യം കിട്ടും. സ്വമേധയാ കൈത്തൊഴിൽ ചെയ്ത് ജീവിച്ചവനാണോ എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനത്തിൽ ബർക്കത്തുണ്ടാകും. ബർക്കത്തുള്ള ജീവിതമല്ലേ നല്ലത്, ഐശ്വര്യമുള്ള ജീവിതമല്ലേ നല്ലത്. കുറെ സമ്പത്തുണ്ടായിട്ട് സുഖകരമായ ജീവിതമില്ലെങ്കിൽ പിന്നെന്ത് കാര്യം? സഹോദരങ്ങളെ, കുറെ സമ്പത്ത് കൊണ്ട് കാര്യമില്ല. ഐശ്വര്യമാക്കപ്പെട്ട ജീവിതമാണ് നമുക്ക് ആവശ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഐശ്വര്യമാക്കപ്പെട്ട ജീവിതം നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഐശ്വര്യത്തിലൂടെയുള്ള ജീവിതം നമുക്ക് നൽകട്ടെ. ഒരാളോടും യാചിക്കാതെ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് വീണ്ടും ക്ലാസ് തുടങ്ങാം, ക്ലാസ് പുനരാരംഭിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.